ഇടുക്കി അടിമാലിയിൽ പോലീസ് സ്റ്റേഷനിലെത്തിയ ആളെ സിഐ മർദ്ദിച്ചു എന്ന് പരാതി. അടിമാലി SHO ലൈജുമോൻ സിവിക്കെതിരെയാണ് പരാതി. അടിമാലി സ്വദേശി PR അനിൽകുമാറിനാണ് മർദ്ദനമേറ്റത്. അനിൽകുമാർ പോലീസ് സ്റ്റേഷനിൽ അനാവശ്യമായി ബഹളമുണ്ടാക്കി എന്നാണ് CI ലൈജുമോൻ പറയുന്നത്. രാഹുൽ വിജയൻ ചേരുന്നു. രാഹുൽ, ബഹളമുണ്ടാക്കിയാൽ അടികൊടുക്കും എന്നാണോ ലൈജുവിന്റെ വാദം? ഹാഷ്മി, ഇന്ന് കല്ലാറുകുട്ടിയിൽ വെച്ച് രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയിരുന്നു. ഇത് സംബന്ധിച്ച് ചില തർക്കങ്ങളും ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ PR അനിൽകുമാർ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്. അനിൽകുമാറിന്റെ ബന്ധുവിന്റെ വാഹനമാണ് കല്ലാറുകുട്ടിയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഈ അനിൽകുമാറിന്റെ ബന്ധുവിന്റെ വാഹനത്തിന് പുറകിൽ വന്ന വാഹനം ഇടിക്കുകയായിരുന്നു. പുറകിൽ വന്ന ആളുകളോട് ഈ അനിൽകുമാർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വലിയ തരത്തിൽ ബഹളം വെക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഈ ലൈജുമോൻ സിവിയുടെ വിശദീകരണം. എന്നാൽ അങ്ങനെയല്ല, തനിക്ക് ഈ ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് തന്റെ രണ്ട് കരണത്തിലിട്ടും അടിച്ചു, അതുപോലെ തന്നെ മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോയി തന്നെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് അനിൽകുമാർ പറയുകയും ചെയ്യുന്നത്. പിന്നീട് അനിൽകുമാർ ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. സംഭവത്തിൽ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അന്വേഷണം നടത്തി വരികയാണെന്നും പിന്നീട് വിശദീകരണം നൽകാമെന്നും ഇടുക്കി DYSP വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. അടിമാലി സ്റ്റേഷനിൽ ഒരു ബഹളമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് പോലീസും സമ്മതിക്കുന്നുണ്ട്. ഓക്കെ, രാഹുൽ വിജയനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. നേരത്തെ CCTV ദൃശ്യങ്ങൾ, ഒരു ഗർഭിണിയുടെ മുഖത്തേക്ക് കൈവീശി ആഞ്ഞടിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും അതിനെ ന്യായീകരിക്കാൻ പറഞ്ഞ വ്യാജങ്ങൾ നമ്മൾ കേട്ടതാണ്. അപ്പോൾ അത് കാരണം അതിന്റെ തെളിവുകൾ പുറത്തേക്ക് വരാതെ പോലീസ് വെർഷൻ വിശ്വസിക്കാൻ നിർവാഹമില്ല എന്നാണ് യാഥാർത്ഥ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.